നമസ്കാരം. തുല്യത ലാബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 തുല്യത ഇക്കണോമിക്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ്. ഗ്രാമീണ വികസനം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്ക് എന്താണ് ഗ്രാമീണ വികസനം എന്നാണ്. സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികളിലൂടെയും പരിപാടികളിലൂടെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഗ്രാമീണ വികസനം. ഗ്രാമീണ വികസനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കർമ്മ പരിപാടികളിലൂടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമപ്രദേശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്രാമീണ വികസനം കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതൊരു ചോദ്യം, ഗ്രാമീണ വികസനം എന്ന ലക്ഷ്യം നേടാൻ വേണ്ട പദ്ധതികൾ എന്തെല്ലാമാണ്? ഗ്രാമീണ വികസനം നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തെല്ലാമാണ്? പോയിൻ്റായിട്ട് പഠിക്കുക. 1. മനുഷ്യ വിഭവ വികസനം. രണ്ടാമത്തേത് ഭൂപരിഷ്കരണം. മൂന്നാമത്തേത് ഉൽപാദന വിഭവങ്ങളുടെ വികസനം. നാലാമത്തേത് അടിസ്ഥാന സൗകര്യ വികസനം. അഞ്ചാമത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. അപ്പോൾ രാജ്യത്ത് ഗവൺമെൻറ് ഗ്രാമങ്ങൾ വികസിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്? 1. മനുഷ്യ വിഭവ വികസനം. 2. പരിഷ്കരണം. മൂന്നാമത്തേത് ഉൽപാദന വിഭവങ്ങളുടെ വികസനം. നാലാമത്തേത് അടിസ്ഥാന സൗകര്യ വികസനം. അഞ്ചാമത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ഇനി അടുത്തൊരു ചോദ്യം, ഗ്രാമീണ ജനത അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗ്രാമീണ ജനത അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. 1. കടബാധ്യതയാണ്. 2. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്. 3. കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള സൗകര്യക്കുറവ്. 4. ഭക്ഷ്യവിഭവങ്ങൾ കേടുകൂടാതെ സംഭരിച്ചു വയ്ക്കാനുള്ള സൗകര്യക്കുറവ്. 5. അളവ് തൂക്കത്തിൻ്റെ അശാസ്ത്രീയത. 6. കാർഷികേതര തൊഴിലവസരങ്ങളുടെ കുറവ്. അപ്പോൾ 6 പോയിൻ്റായിട്ട് ഇത് പഠിക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഗ്രാമീണ ജനത അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? പോയിൻ്റായിട്ട് പഠിക്കുക. ഒന്നാമത്തെ പോയിൻ്റ് കടബാധ്യത. രണ്ടാമത്തേത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്. മൂന്നാമത്തേത് കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള സൗകര്യക്കുറവ്. നാലാമത്തേത് ഭക്ഷ്യവിഭവങ്ങൾ കേടുകൂടാതെ സംഭരിച്ചു വയ്ക്കാനുള്ള സംവിധാനക്കുറവ്. അഞ്ചാമത്തെ പോയിന്റ് അളവ് തൂക്കത്തിൻ്റെ അശാസ്ത്രീയത. ആറാമത്തെ പോയിന്റ് കാർഷികേതര തൊഴിലവസരങ്ങളുടെ കുറവ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതിന് വേണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ ഗവൺമെൻറ് വായ്പാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഗ്രാമപ്രദേശങ്ങളിൽ വായ്പാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വായ്പകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ, വായ്പാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം പോയിൻ്റായിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ആൻസർ ഒന്നാമത്തെ പോയിന്റ്, 1969 14 വാണിജ്യ ബാങ്കുകളും 1980 6 വാണിജ്യ ബാങ്കുകളും ദേശസാൽക്കരിച്ചു. 1969 14 വാണിജ്യ ബാങ്കുകളും 1980 6 വാണിജ്യ ബാങ്കുകളും ദേശസാൽക്കരിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ഗ്രാമീണ ബാങ്കിംഗ് ശാഖകൾ തുറന്നു. മൂന്നാമത്തെ പോയിന്റ്, കാർഷിക വായ്പകൾ വർദ്ധിപ്പിച്ചു.
കാർഷിക വായ്പകൾ വർദ്ധിപ്പിച്ചു. 4ാമത്തെ പോയിന്റ് 1982 നബാർഡ് സ്ഥാപിച്ചു. ഈ വർഷം കൃത്യമായിട്ട് പഠിക്കണം. നബാർഡ് സ്ഥാപിച്ചത് എന്ന് ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. 1982 നബാർഡ് സ്ഥാപിച്ചു. മറ്റൊരു പോയിന്റ് സഹകരണ വായ്പാ സംവിധാനം ശക്തമാക്കി. സഹകരണ വായ്പാ സംവിധാനം ശക്തമാക്കി. മറ്റൊരു പോയിന്റ് കാർഷിക വായ്പകൾക്ക് മുൻഗണന നൽകി. കാർഷിക വായ്പകൾക്ക് മുൻഗണന നൽകി. മറ്റൊരു പോയിന്റ് ഭൂവികസന ബാങ്കുകൾ ആരംഭിച്ചു. ഭൂവികസന ബാങ്കുകൾ ആരംഭിച്ചു. ലാസ്റ്റ് പോയിന്റ് സ്വാശ്രയ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. സ്വാശ്രയ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർക്ക് അല്ലെങ്കിൽ ഗ്രാമീണ ജനങ്ങൾക്ക് വായ്പാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. മറ്റൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഷിക വിപണന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയിൽ കാർഷിക വിപണനം സുഗമമാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്തെല്ലാമാണ്? അങ്ങനെയാണ് ചോദ്യം വരിക. കാർഷിക വിപണന മാർഗങ്ങൾ എന്ന് നമ്മൾ ഹെഡിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം വരുന്നത് ഇന്ത്യയിൽ കാർഷിക വിപണനം എളുപ്പമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാർഷിക വിപണനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ആ രീതിയിലാണ് ചോദ്യം. പോയിന്റ് ആയിട്ട് പഠിക്കുക. 1ാമത്തെ പോയിന്റ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു. 1ാമത്തെ പോയിന്റ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു. 2ാമത്തെ പോയിന്റ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സംവിധാനം നടപ്പിലാക്കി. കിസാൻ ക്രെഡിറ്റ് കാർഡ് സംവിധാനം നടപ്പിലാക്കി. 3ാമത്തെ പോയിന്റ് കാർഷിക വിപണന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. കാർഷിക വിപണന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. 4ാമത്തെ പോയിന്റ് ഇടത്തട്ടുകാരെ ഒഴിവാക്കി. ഇടത്തട്ടുകാർ എന്ന് പറയുമ്പോൾ മധ്യവർത്തികളാണ് ഉദ്ദേശിച്ചത്. 5ാമത്തെ പോയിന്റ് താങ്ങുവില പ്രഖ്യാപിച്ചു. താങ്ങുവില പ്രഖ്യാപിച്ചു. ലാസ്റ്റ് പോയിന്റ് ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തു. ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തു. കാർഷിക വിപണന മാർഗങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1ാമത്തെ പോയിന്റ് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു. 2ാമത്തേത് കിസാൻ ക്രെഡിറ്റ് കാർഡ് സംവിധാനം നടപ്പിലാക്കി. 3ാമത്തേത് കാർഷിക വിപണന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. 4ാമത്തേത് ഇടത്തട്ടുകാരെ ഒഴിവാക്കി. 5ാമത്തേത് താങ്ങുവില പ്രഖ്യാപിച്ചു. ലാസ്റ്റ് പോയിന്റ് ഭക്ഷ്യധാന്യങ്ങൾ പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ കൃഷിയുടെ വൈവിധ്യവൽക്കരണം എന്താണ്? അതുപോലെ കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയുടെ വൈവിധ്യവൽക്കരണം ഏതൊക്കെ തരത്തിലാണ്? അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാവുന്നതാണ്. കൃഷിയുടെ വൈവിധ്യവൽക്കരണം എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് പലതരത്തിലുള്ള കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് കൃഷിയുടെ വൈവിധ്യവൽക്കരണം. അതായത് ഒരേ സമയത്ത് തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റു പല ജോലികളിലും എൻഗേജ് ചെയ്യുന്നതിനെയാണ് കൃഷിയുടെ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃഷിയുടെ വൈവിധ്യവൽക്കരണം 3 തരത്തിലാണുള്ളത്. ഒന്ന് അനുബന്ധ പ്രവർത്തനങ്ങളിലെ വൈവിധ്യവൽക്കരണമാണ്. അതുപോലെ മറ്റു പ്രവർത്തനങ്ങളിലേക്കുള്ള വൈവിധ്യവൽക്കരണം നമുക്കത് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ല. അത് നമുക്ക് കൃത്യമായിട്ട് അവിടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കുട്ടികളുടെ ബുക്കിൽ പറയുന്നുണ്ട് കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ 3 മേഖലകൾ, 3 തരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഗുണങ്ങളാണ്, അത് പഠിക്കുക. കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള ഗുണങ്ങൾ ബദൽ ജീവിതമാർഗം. ബദൽ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ, ബദൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പകരം എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഒരു കൃഷിയിൽ ഇപ്പോൾ ഒരു കർഷകനാണ്, അതായത് നെല്ല് കൃഷി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നാളികേര കർഷകനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മൾ പാൽ ഉൽപാദനവും കൂടി നടത്തുന്നു. അതായത് നമ്മുടെ പശുവിനെ വളർത്തുന്നു, ഡയറി ഫാം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നെല്ല് നിന്ന് കാര്യമായിട്ടുള്ള വിളവോ അല്ലെങ്കിൽ വരുമാനമോ ലഭിക്കാതെ വന്നാൽ പോലും ആ കർഷകന് മറ്റൊരു ജീവിതമാർഗം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതാണ് പാലുൽപാദനം എന്ന് പറയുന്നത്. ഇനി ഒരു ക്ഷീര കർഷകനാണെങ്കിൽ, പാലുൽപാദന കർഷകനാണെങ്കിൽ അതോടൊപ്പം
തന്നെ അദ്ദേഹം എന്താ പറയുക മത്സ്യകൃഷി നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും രീതികളിലേക്ക് പിന്നെ തൊഴിൽ മാറ്റി ഒരേ സമയം തന്നെ മറ്റു തൊഴിലുകൾ കൂടി എൻഗേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൃഷിയുടെ വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബദൽ ജീവിത മാർഗമാണ്. രണ്ടാമത്തേത്, സ്ഥിരതയുള്ള വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്ഥിരതയുള്ള വരുമാനം ഉണ്ടാകുന്നു. മൂന്നാമത്തേത്, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. നാലാമത്തേത്, കുടുംബങ്ങൾക്ക് പോഷകാഹാരം ലഭിക്കുന്നു. കുടുംബങ്ങൾക്ക് പോഷകാഹാരം ലഭിക്കുന്നു. മറ്റൊരു പോയിന്റ്, ജൈവവളം ലഭിക്കുന്നു. ജൈവവളം ലഭിക്കുന്നു. അതുപോലെ പാചക ഇന്ധനം ലഭിക്കുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. ഇതാണ് ഈ കൃഷിയുടെ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബദൽ ജീവിതമാർഗമാണ്. രണ്ടാമത്തേത്, സ്ഥിരതയുള്ള വരുമാനമാണ്. മൂന്നാമത്തേത്, ഭക്ഷ്യസുരക്ഷയാണ്. നാലാമത്തേത്, കുടുംബങ്ങൾക്ക് പോഷകാഹാരം ലഭിക്കുന്നു. അഞ്ചാമത്തേത്, ജൈവവളം ഉണ്ടാക്കാൻ കഴിയുന്നു. ആറാമത്തേത്, പാചക ഇന്ധനം ഉണ്ടാക്കാം. ഏഴാമത്തേത്, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കുക. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണ്, എന്താണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വേറെ തന്നെ നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ, എക്കണോമിക്സിൻ്റെ 9ാമത്തെ ചാപ്റ്ററിൽ സുസ്ഥിര വികസനവും അതിൻ്റെ തന്ത്രങ്ങളും എന്ന് പറയുന്നൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് പറയാം. എങ്കിലും ഞാനിവിടെ എന്താണ് സുസ്ഥിര വികസനം എന്ന് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഭാവി തലമുറയുടെ താല്പര്യങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഇന്നത്തെ തലമുറ മുന്നേറുന്ന പ്രവർത്തനമാണ് സുസ്ഥിര വികസനം. ഭാവി തലമുറയുടെ താല്പര്യങ്ങൾക്ക്, ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വിഭാഗത്തിന്, തലമുറയ്ക്ക് നമ്മൾ ഇന്ന് എന്തൊക്കെയാണോ ഭൂമിയിൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ അത്തരം സൗകര്യങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്ന ഒരു തലമുറക്ക് കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന രീതിയിൽ വേണം ഇന്നത്തെ തലമുറ ഈ വിഭവങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് സുസ്ഥിര വികസനം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വികസനം മാത്രമേ എന്താവുന്നുള്ളൂ, സുസ്ഥിര വികസനമായിട്ട് മാറുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവി തലമുറയുടെ താല്പര്യങ്ങൾക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഇന്നത്തെ തലമുറ മുന്നേറുന്ന പുരോഗതിയാണ് സുസ്ഥിര വികസനം എന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന്, ജൈവ കൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജൈവകൃഷി എന്താണ്? ജൈവകൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജൈവകൃഷി എന്ന് പറഞ്ഞാൽ എന്താ? ജൈവകൃഷി എന്ന് പറഞ്ഞാൽ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന കൃഷിക്ക് പറയുന്ന പേരാണ് ജൈവകൃഷി. അപ്പോൾ ജൈവ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അത് ചാണകം, അതുപോലെ തന്നെ പച്ചിലകൾ, അതുപോലെ കോഴി വേസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കാഷ്ടം, അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള രാസവളങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ വളങ്ങളും ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിക്ക് പറയുന്ന പേരാണ് ജൈവകൃഷി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പോഷകമൂല്യം കൂടുതലായിരിക്കും. ഓക്കെ, ജൈവകൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പോഷകമൂല്യം കൂടുതലായിരിക്കും. രണ്ടാമത്തേത്, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. കൂടുതൽ പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തേത്, വിപണന സാധ്യതയുണ്ട്. വിപണന സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. അതാണ് വിപണന സാധ്യത എന്ന് പറയുന്നത്. കച്ചവടം സാധ്യത ഉണ്ട് എന്നർത്ഥം. ലാസ്റ്റ് പോയിന്റ്, പരിസ്ഥിതി സൗഹൃദമാണ്. പരിസ്ഥിതി സൗഹൃദമാണ് കാരണം പരിസ്ഥിതിക്ക്, മണ്ണിന്, വെള്ളത്തിന് യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യാത്തതാണ് ഈ ജൈവകൃഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജൈവകൃഷിയുടെ ഗുണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് ചോദ്യം വരാറുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. ജൈവകൃഷിയുടെ ഗുണങ്ങൾ ഒന്നുകൂടെ പറയാം. പോഷകമൂല്യം കൂടുതലാണ്, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, വിപണന സാധ്യതയുണ്ട്, അതുപോലെ പരിസ്ഥിതി സൗഹൃദമാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 6ാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവർ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് അമർത്തി വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ക്ലാസ്സുകളും നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അതുപോലെ
എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ അറിയാതെ പോകുന്ന, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കിട്ടാതെ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലുണ്ടാകും. അവരിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.